UDF ഇത്തവണ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടി. സാധാരണഗതിയിൽ 4 മന്ത്രിസ്ഥാനം, പിന്നീട് വഴക്കിട്ട് ഒരു മന്ത്രിസ്ഥാനം കൂടെ മേടിക്കുകയാണ് പതിവ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിൽ 5 മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. പക്ഷേ VD സതീശൻ മുസ്ലിം ലീഗിലെ ഈ മന്ത്രിമാരുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ആദ്യം കരുതിയത് VD സതീശൻ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ അല്ല എന്നാണ് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി വരുന്നത്. ശരിയാണോ മാഷേ? തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഈ ഗവൺമെൻറ്റിനെ നയിക്കുകയല്ല, മറിച്ച് മുസ്ലിം ലീഗിനെ തന്നെ നയിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന മട്ടിൽ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങൾ അത് മുസ്ലിം ലീഗ് വൃത്തങ്ങൾ വലിയ ആശങ്കയോടെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വന്ന ഒന്നാമത്തെ കാര്യം, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ നമ്മൾ ആ അടയാളം കണ്ടു. ഒന്നാമത്തെ കാര്യം, ചരിത്രത്തിൽ ഇതുവരെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞാ ദിവസം, അവരുടെ മുഴുവൻ മന്ത്രിമാരെയും ടിജിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരെങ്കിലും, ആദ്യകാലത്ത് സീനിയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, CH മുഹമ്മദ് കോയ, ബാപ്പു കുരിക്കൽ, പിന്നെ ഖാദർ കുട്ടി നെഹ, പിന്നെ വന്ന UAB ഇറാൻ, ഇങ്ങനെ വന്ന മന്ത്രിമാരൊക്കെ തന്നെ ഈ മന്ത്രിമാരൊക്കെ തന്നെ തൊപ്പി വെക്കാതെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലീഗിൻ്റെ മന്ത്രിമാർ. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ കുഞ്ഞാലിക്കുട്ടി ഇതിനു മുമ്പ് മന്ത്രിയായ എല്ലാ ഘട്ടത്തിലും അദ്ദേഹം തൊപ്പി വെച്ചിട്ടുണ്ട്, ഇത്തവണ ഇല്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ ബാക്കി മന്ത്രിമാർ, ഇപ്പോൾ ചെറുപ്പക്കാരായ പുതിയ മന്ത്രിമാർ ഇപ്പോൾ പുതിയ സ്റ്റൈൽ അനുസരിച്ച് ചെയ്യുന്നില്ല എന്ന് വെക്കാം. അതേ സമയത്ത് അവരുടെ ഒന്നാം നിരയിലുള്ള നേതാക്കളൊന്നും സത്യപ്രതിജ്ഞ ചെല്ലാൻ ഈ തൊപ്പി വെക്കാതെ പോയിട്ടില്ല. എന്നുവെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ തൊപ്പി തുടക്കത്തിലെ ഊരി വെച്ചിരിക്കുന്നു. അത് കൺസെൻറ്റോട് കൂടിയാണോ, അതല്ല ഒരു കൺസെൻസസ് എത്തിയിട്ടാണോ, അതല്ല ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും കോൺഗ്രസ് പാർട്ടിക്ക് ആൾ ഇന്ത്യ തലത്തിൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ പങ്കെടുക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് വയനാട്ടിലെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയായി നോർത്ത് ഇന്ത്യയിൽ വലിയ തോതിൽ അദ്ദേഹത്തിന് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈ കുറച്ചു കാലമായി അദ്ദേഹം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കൊടി മാത്രമാണ്, കോൺഗ്രസ് കൊടി മാത്രം. അപ്പോൾ അത് ഒരു വലിയ മാറ്റമായിട്ട് വേണം കരുതാൻ. മുസ്ലിം ലീഗിൻ്റെ അവരെപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങളെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിൽ ഒന്നാമത്തെ അടി വന്നു. രണ്ടാമത്, ഗവൺമെൻറ്റിൻ്റെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കണം ഒന്നുകിൽ ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ ദൈവനാമത്തിൽ, ഇതല്ലാത്ത മൂന്നാമതൊന്നും വേണ്ട. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു വാക്ക്, അത് അത്ഭുതകരമാണ്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ദൈവനാമത്തിൽ, ഇപ്പോൾ ഗോഡ് ഇംഗ്ലീഷിൽ വായിക്കുന്നവർ ഗോഡ് എന്ന് വായിക്കും, അല്ലാത്തവരൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ നാമത്തിലാണ്, എല്ലാവരും അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. അത് ഇല്ലാത്ത ഒരേ ഒരു സത്യപ്രതിജ്ഞയാണ് കൊല്ലം. ആ മാറ്റം എങ്ങനെ വന്നു? മുസ്ലിം ലീഗ് കൺസെൻറ്റ് കൊടുത്തതാണോ? വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാം, വേണമെങ്കിൽ ദൈവത്തിൻ്റെ പര്യായമായിട്ട് അള്ളാഹുവിനെ പറഞ്ഞു നിൽക്കാം. മാത്രമല്ല, പണ്ട് എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നു, മമതാ ബാനർജി ബംഗാളിൽ ഈ അള്ളാഹുവിൻ്റെയും ഈശ്വരൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാലൻസിങ് ഒപ്പിച്ചു. കാരണം ഈശ്വർ അള്ളാഹ് തേരേ നാം എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരമാണല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ പേര് എങ്ങനെ മുസ്ലിം ലീഗ് മാറ്റി നിർത്തി? ഇത് മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ, പ്രത്യേകിച്ച് അവരുടെ അനുഭാവികളുടെ വൃത്തങ്ങളിൽ, സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകളുടെ വൃത്തങ്ങളിലൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 2, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ 5 മന്ത്രിമാരിൽ മുസ്ലിം ലീഗ് പരമ്പരാഗതമായി ഈ UDF അധികാരത്തിൽ വരുന്ന കാലത്തൊക്കെ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസം ഉള്ളപ്പോൾ വിദ്യാഭ്യാസം ആസ് എ ഹോളാണ്, വിദ്യാഭ്യാസം ഒറ്റ വകുപ്പാണ്. വിദ്യാഭ്യാസം രണ്ടാക്കിയത് ഭരണ സൗകര്യത്തിനല്ല. KT ജലീലിനെ മാറ്റി നിർത്തിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് കൊടുത്ത്, പഞ്ചായത്ത് വകുപ്പ്. ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോൾ പഞ്ചായത്ത് ഭരിച്ച് മുടിച്ചപ്പോൾ, ഈ മുടിക്കുക മീൻസ് അദ്ദേഹത്തിനെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകേട് കൊണ്ട് പഞ്ചായത്ത് വകുപ്പ് KT ജലീലിനെ എടുത്തു മാറ്റിയപ്പോൾ പകരം കൊടുക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, അന്ന് രവീന്ദ്രനാഥ് സാറാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മുറിച്ചു മാറ്റിയിട്ടൊരു കഷ്ണം കൊടുത്തതാണ്. പക്ഷെ കൊടുത്തതോടുകൂടി ഉന്നത വിദ്യാഭ്യാസം പോയി. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഉന്നത വിദ്യാഭ്യാസവും ഇല്ല. റോജി M. ജോണിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം. മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഉന്നത വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടാൽ മുസ്ലിം ലീഗിന് എന്തൊക്കെയാണ് നഷ്ടപ്പെടാനുള്ളത്? പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തല്ല ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വല്ലതും ചെയ്യാനുള്ളത് മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകൾ നടത്തുന്നത് അവരാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വിശേഷിച്ചു. മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് അവർ ഗുണം ചെയ്യുന്നു. ഈ സ്വാശ്രയ കോളേജുകളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരെ വെച്ചിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനൊക്കെ പിടിക്കുന്നത്. MSF ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പോലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്ത് MSF പിടിച്ചു. അത് ഇതാണ്. ആ കളികളൊക്കെ, മീൻസ് ആ നീക്കങ്ങളൊക്കെ, അത് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അത് നഷ്ടപ്പെടുകയാണ്. ഒടുവിലത്തൊരു കാര്യം കൂടി കേട്ടാലേ മനസ്സിലാവും. ഭരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ചൂടോടെ വന്നിരിക്കുന്നൊരു വിഷയം, തീർച്ചയായിട്ടും VD സതീശൻ ഭരിക്കുമ്പോൾ
മുനമ്പം കേസ് ഇഷ്യൂ ആയിട്ട് വരും. മുനമ്പം കേസിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ, ഒരു ഭരണ നടപടി എന്ന നിലക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അത് തീർക്കേണ്ടത് എങ്ങനെയാണ്? അത് ഈ ഭൂമി പ്രോപ്പറായിട്ട് നികുതി അടക്കാവുന്ന ഭൂമിയാക്കി മാറ്റണം. 2, വഖഫ് ബോർഡിൻ്റെ സൈറ്റിൽ നിന്ന് ഇത് നീക്കം ചെയ്യാൻ ഉത്തരവിടണം. അതിന് 2 പ്രശ്നമുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, വഖഫ് ബോർഡ് ഇപ്പോഴും നേരത്തെ നോമിനേറ്റ് ചെയ്ത് അവസാന കാലത്ത്, പിണറായി വിജയൻ്റെ അവസാന കാലത്ത് നോമിനേറ്റ് ചെയ്ത് ശ്രീ കെ എസ് ഹംസ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡാണ് ഇപ്പോൾ ഉള്ളത്. ഇടതുപക്ഷത്തിൻ്റെ വഖഫ് ബോർഡും UDFൻ്റെ ഭരണവുമാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള പക്ഷേ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ മന്ത്രി N ശംസുദ്ദീൻ്റെ കയ്യിലാണ് വകുപ്പ്. ഹജ്ജും വഖഫും ഒക്കെ ശംസുദ്ദീൻ്റെ കയ്യിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ, അല്ല എന്തായി മുനമ്പം, അങ്ങ് ഏതാനും മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞതാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി ഒട്ടും സംശയിക്കാതെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. വഖഫ് ഭൂമി, മുനമ്പം ഭൂമി വഖഫല്ല. മുനമ്പം ഭൂമി വഖഫല്ല എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചാൽ അത് മുസ്ലിം ലീഗ് എങ്ങനെ നേരിടും? മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ല അത്. മുസ്ലിം ലീഗ് ആകെ പറഞ്ഞത് എന്താ, വഖഫ് ഭൂമിയാണ്, അത് വഖഫിന് കൊടുക്കുക, എന്നിട്ട് അവിടുത്തെ ആളുകളെ കുടിയൊഴിപ്പിക്കാതിരിക്കാൻ വഖഫ് ബോർഡ് തന്നെ മുൻകൈ എടുത്ത് അവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ മധ്യമ നിലപാട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ മാത്രമല്ല N ശംസുദ്ദീനാണ് അത് പറയേണ്ടത്, ആ മന്ത്രി പറഞ്ഞിട്ടുമില്ല. ചുരുക്കി പറഞ്ഞ, തുടക്കത്തിൽ മുസ്ലിം ലീഗിൻ്റെ ദേഹത്ത്, വേഷത്തിൽ, നിലപാടിൽ, അവർ പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന രീതിയിൽ, സത്യപ്രതിജ്ഞയിൽ, ദൈവത്തിൻ്റെ പേരിൽ തുടങ്ങി അവരുടെ വകുപ്പുകളിൽ പോലും നേരിട്ട് മുഖ്യമന്ത്രി ഭരണം നടത്തുന്നു എന്നൊരു തോന്നലാണ് മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ തുടക്കത്തിലേ ഉണ്ടായിട്ടുള്ള. മുസ്ലിം ലീഗിന് മാത്രമല്ല, അത് വളരെ കൗതുകത്തോടെയാണ് മുസ്ലിം ലീഗിൻ്റെ അണികളും അനുഭാവികളും ഒക്കെ അതിനെ നോക്കിക്കാണുന്നത്. എന്തായിരിക്കും ഈ ഒരു സംഘർഷം? ഇതൊരു സംഘർഷത്തിലേക്ക് വളരുമോ? അതല്ല കൺസെൻസസ് ഉണ്ടായി ഈ വിഖ്യാതമായ രമ്യതയുടെ രാജകുമാരൻ എന്നൊക്കെ നിലയിൽ സതീശൻ അത് പരിഹരിച്ചുകൊണ്ട് പോകുമോ? അല്ല എന്തിനും കീഴടങ്ങിയിട്ട് 10 കൊല്ലത്തിന് ശേഷം ഭരണമില്ലാത്തൊരു അവസ്ഥ തുടരാൻ പറ്റാത്തതുകൊണ്ട് എന്തിനോടും ലീഗ് സമരസപ്പെട്ടു പോകുമോ? എന്തായിരിക്കും TG സംഭവിക്കുക? സാർ, ഞാൻ ഈ മുസ്ലിം ലീഗ് തൊപ്പി വയ്ക്കാത്തതും അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തതും കോൺഗ്രസിൻ്റെ നിർബന്ധം കൊണ്ടോ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ ഒരു ഓപ്റ്റിക്സ്, തൊപ്പി വെച്ച് ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അവിടെ സ്റ്റേജിൽ രാഹുൽ ഗാന്ധി ഇരിക്കുന്നു, ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഉത്തരേന്ത്യയിൽ വലിയ ഗുണമൊന്നും കോൺഗ്രസിന് ഗുണവും ചെയ്യില്ല, ദോഷവും ചെയ്യും. ആസാമിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നില്ല, 19 MLA ജയിച്ചു കോൺഗ്രസിന്, അതിൽ 18 മുസ്ലിങ്ങളാണ്. കോൺഗ്രസ് മെല്ലെ മുസ്ലിം ലീഗായി മാറിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് അപ്പർ ഹാൻഡുള്ള ഒരു പാർട്ടി. അപ്പോൾ കോൺഗ്രസ് അങ്ങനെയാണ് എന്നുള്ളത് ഓൾ ഇന്ത്യ തലത്തിൽ BJPക്കാർ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസ് ഒരു ഡാമേജ് കൺട്രോളൊക്കെ നടത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. കോൺഗ്രസിന് ആ മുദ്ര വീണ് കഴിഞ്ഞു. അതുകൊണ്ടാണ് കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥികളിൽ 19 പേര് ജയിക്കുകയും അതിൽ 18 മുസ്ലിങ്ങളാകുകയും ചെയ്തത്. കോൺഗ്രസ് കനോട്ട് ഹെൽപ്പ്. ഇനിയിപ്പോൾ മുസ്ലിങ്ങളുടെ വഴിയെ പോകുക എന്നുള്ളതല്ലാതെ കോൺഗ്രസ്സിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ഇവർ തൊപ്പി വയ്ക്കാഞ്ഞതും അല്ലാഹു എന്നുള്ള പദം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഞാനിപ്പോഴും വിചാരിക്കുന്നത് മുസ്ലിം ലീഗിന് ഒരു ബൗദ്ധിക നേതൃത്വമില്ല. ആ വാക്വത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറി. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട മുസ്ലിം ലീഗിൻ്റെ അജണ്ടയായിട്ട് മാറി കേരളത്തിൽ. ഇത് വലിയ ദോഷം ചെയ്യും എന്ന് മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിന് അറിയാം. അത് വലിയ പ്രശ്നം ചെയ്യും. അതുകൊണ്ട് അത് മെല്ലെ ഒഴിവാക്കണം എന്ന അഭിപ്രായമുള്ള ആൾക്കാരും ലീഗിലുണ്ട്. ലീഗ് ഒരു ചില പ്രതിസന്ധികളെ അവർ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. ലോക ഇസ്ലാമിനെ പോലെ ഈ ഹമാസ്, ഹിസ്ബുള്ള ആ ലൈനിലുള്ള ഒരു ഇസ്ലാമാണോ കേരളത്തിൽ വേണ്ടത്? അതോ എല്ലാവർക്കും അക്സെപ്റ്റബിളായിട്ടുള്ള മറ്റേ ഒരു സം സോർട്ട് ഓഫ് സെക്യുലർ, ഒരു കമ്മ്യൂണൽ പാർട്ടിയല്ല, ഒരു കമ്മ്യൂണിറ്റി പാർട്ടി. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ വേറെ ആരോടും വിരോധമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ പോകണോ? അതോ മറ്റേ വയലൻ്റ് ഇസ്ലാം, നോർത്തിലൊക്കെയുള്ള ഇസ്ലാമൊക്കെ അങ്ങനെയാണ്. നമ്മളുടെ താടിക്കാരനുണ്ടല്ലോ ഒവൈസി,
ഇയാളുടെയൊക്കെ സ്റ്റൈൽ KM ഷാജിയൊക്കെ പറയുന്ന പോലെ മതമാണ് 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 എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്ന ഏർപ്പാട്. ഇത് കാണുമ്പോൾ തന്നെ മറ്റവർക്ക് പത്തൽ വെട്ടി അടിക്കാൻ തോന്നും. ഈ ശരീരഭാഷ എന്തിനാണ് ഷാജി ആ പ്രസംഗത്തിൽ ഇത്ര വലിയ ശരീരഭാഷയും വയലൻസും കൊണ്ടുവന്നത് എന്നെനിക്ക് ഇപ്പോഴും അറിഞ്ഞു. ശരിയാണ്, ആ ഭാഷയാണ്, അതിൻ്റെ ശരീരഭാഷ തന്നെയാണ് വലിയ. അത് ഈ തീവ്ര നിലപാടുള്ളവരെ കൂടുതൽ ആകർഷിക്കുക എന്നുള്ളൊരു സാധനമല്ലേ, ഭരണം പിടിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത് ലക്ഷ്യം. അല്ല, ശരി, തീവ്ര നിലപാടുള്ളവരെ നിങ്ങൾ ആകർഷിച്ചു. തീവ്ര നിലപാടില്ലാത്തവരോ അവരും ഉണ്ടല്ലോ പാർട്ടിയിൽ. അപ്പോൾ ഒരുപക്ഷെ അവരുടെ എണ്ണമാണ് അതായിരിക്കും കൂടുതൽ, അവരാണ് സൈലൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ബൗദ്ധിക ഇത് ശൂന്യതയിലേക്ക് ജമായത്തെ ഇസ്ലാമി കടന്നു കയറി അത് സമ്പൂർണ്ണം അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ആർക്കുമില്ലാതെ പോയി, അല്ലെങ്കിൽ അതവർ ശ്രദ്ധിച്ചില്ല. ശരിയാണത്, അതായിരിക്കാം കാരണം. അപ്പോൾ അത് കൈവിട്ടു പോയി. അപ്പോൾ നേരത്തെയൊക്കെ മുസ്ലിം ലീഗ് ഒരു യോഗം വിളിക്കും, മുസ്ലിം സംഘടനകളിലെ യോഗം വിളിക്കുമ്പോൾ സമസ്ത അവരെയൊക്കെ വിളിക്കും. പോപ്പുലർ ഫ്രണ്ടിനെ വിളിക്കുമോ? ഇല്ല. ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ഇല്ല ഇല്ല, ശരി. പക്ഷേ പിന്നെ പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ രഹസ്യമായിട്ട് ചെന്ന് കാണേണ്ടി വന്നു. അതിൻ്റെ വീഡിയോ പുറത്തു വന്നു. അത് ന്യായീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടി. പിന്നെ പരസ്യമായിട്ട് തന്നെ അവർ വിളിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ തുടങ്ങി. ഈ ഒരു നിസ്സഹായാവസ്ഥ, ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ തള്ളിക്കയറ്റം തടഞ്ഞു നിർത്താൻ മുസ്ലിം ലീഗിനാവുന്നില്ല. അതിനുള്ള ഒരു ബൗദ്ധിക നേതൃത്വമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഇങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാണും. ഈ ഒരു ചേഞ്ചെങ്കിലും ആയിക്കോട്ടെ. അല്ലാതെ ഈ ചേഞ്ച് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഗുണമുണ്ടാകും അല്ലെങ്കിൽ ദോഷമുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് മാറിയതാണ്. രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കാവുന്ന ദോഷങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒരു പാർട്ടിയായി, ലീഗ് പാർട്ടി, മുസ്ലിം പാർട്ടിയായിട്ട് അറിയപ്പെടുന്നു. BJP വ്യാപകമായിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു. അപ്പം അതിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ പ്രയാസമാണ് കോൺഗ്രസ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ ഈ അന്തഃസംഘർഷമായിരിക്കണം ഇതിന് കാരണമായെന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ ഒരു ലീഗ് കോൺഗ്രസ് റിഫ്റ്റ് അല്ല, ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ലീഗിൽ ഞാനിപ്പോഴും ലീഗ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ട്രഡീഷണലി ഉണ്ടായിരുന്ന ഒരു ഗ്രേസ് അവർ കളഞ്ഞു കുളിച്ചു. ഈ VD സതീശന് വേണ്ടി ലീഗ് വാശി പിടിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവും. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി വല്ല രഹസ്യ ധാരണ വല്ലതും ഉണ്ടോയെന്നറിയില്ല, എന്തെങ്കിലും അണ്ടർ ഹാൻഡ്സ് കൊടുക്കൽ വാങ്ങുന്നത്. അതല്ലെങ്കിൽ ഇത് ലീഗിൻ്റെ സ്വഭാവമല്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിനാണ് മുഖ്യമന്ത്രി സ്ഥാനം അവർക്കാണ്. അവരാരാന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, ഞങ്ങൾ അതിൻ്റെ കൂടെ സഹകരിക്കും. ഇത്രയും പറഞ്ഞ് മാറി നിൽക്കുകയാണ് ലീഗ് സാധാരണ ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ അകത്തൂടെ പറയും. അതേ മറ്റേ പുള്ളി വേണ്ട കേട്ടോ, ഇതിങ്ങനെ പറയും. അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ VD സതീശൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു അത് മഹാമോശമായി. അത് ലീഗിൻ്റെ ഗ്രേസ് അവർ ഒരു കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്നവർ എന്നുള്ള സ്ഥിതി വന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മധ്യസ്ഥന്മാരായിരുന്നു എക്കാലത്തും ലീഗ്. ശരിയാണ്. ഗ്രൂപ്പ് തമ്മിലുള്ള വഴക്കിൽ എല്ലാവരും കൂടെ ഓടി പാണക്കാട്ട് ചെല്ലും. തങ്ങളാണ് നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നു പറഞ്ഞ് തീർത്തുകൊണ്ടിരുന്ന തങ്ങൾ ഒരു പക്ഷം ചേർന്ന് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ സ്റ്റേച്ചർ കുറഞ്ഞു. ഐ വാസ് വെരി സാഡ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിയായിട്ട് കാണണം. അവരോടൊരു തൊട്ടുകൂടായ്മ BJPക്ക് പാടില്ല. BJPയെ ശത്രുവായിട്ട് മുസ്ലിം ലീഗും കാണണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾ രണ്ടു കൂട്ടർക്കുമില്ല. മറ്റുള്ളവർ പറഞ്ഞ് ഫലിപ്പിക്കുന്ന കുറേ പ്രശ്നങ്ങളല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്നവനാണ് ഞാൻ. ബട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ ആ ഗ്രേസ് നശിപ്പിച്ചിട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫെൻഡ് മുസ്ലിം ലീഗ് നൗ. ആ രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ അതിൻ്റേതായ ഫോളോ ഔട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സാറ് ശ്രദ്ധിച്ചോ, ഒന്നുകിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഫിഷറീസ് ഇത് കിട്ടണമെന്നായി ലീഗ് ഫൈനലി ഇത് വന്നു. അതായത് ഒന്നുകിൽ കോളേജ് അല്ലെങ്കിൽ മത്സ്യചന്ത, ഈ രണ്ടിലൊന്നും ഞങ്ങൾക്ക് കിട്ടും. ഇത് രണ്ടും അത് അവരറിയാതെയാണെങ്കിലും
മെസ്സേജ് അതാണ്. അത് ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി. കാരണം ഇത് രണ്ടും അവസാനം ചന്തയാണ്, ഫിഷറീസാ കൊടുത്തത്. രണ്ടും ചന്തയാണ്, അതെ അതെ കറക്റ്റ്. രണ്ടിൽ നിന്നും പണം ഉണ്ടാക്കാം. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം വന്നത്, ലത്തീൻ സഭ എന്തുകൊണ്ടാണ് ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് വഹിക്കണം അല്ലെങ്കിൽ ലത്തീൻകാരൻ വഹിക്കണം? ഇതെന്തിനാണ് അവർ അവകാശപ്പെടുന്നത്? കാരണം ഈ തിരുവനന്തപുരം ഭാഗത്ത് ആണ് ലത്തീൻ സഭയുടെ മേജർ ആൾക്കാരുള്ളത്. അവിടെ കടപ്പുറത്തെ ആധിപത്യത്തിനായിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ വർഷങ്ങളായിട്ട് അതെ കലാപമൊക്കെ നടന്നല്ലേ വിഴിഞ്ഞത്തും. അവിടെ നടക്കുന്ന കലാപങ്ങളുടെ എല്ലാം പുറകിൽ ഈ കടപ്പുറത്തിൻ്റെ ആധിപത്യം വേണം എന്നുള്ളതാണ്. അത് ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ ഒരു ലത്തീൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെങ്കിലും ഉണ്ടാകും. മുസ്ലിം ലീഗുകാരൻ പറ്റില്ല. മുസ്ലിം ലീഗുകാരൻ ഫിഷറീസ് മന്ത്രിയായി കഴിഞ്ഞാൽ കടപ്പുറത്തെ മുസ്ലിങ്ങൾ അസർട്ട് ചെയ്യുകയും ഞമ്മൻ്റെ ആളാ എന്ന് പറയുകയും ചെയ്യും എന്ന് ലത്തീൻ സഭ ഭയക്കുന്നു. അതാണ് അതിൻ്റെ പൂർവ്വകാല അനുഭവങ്ങളുണ്ടല്ലോ. സത്യാവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ലത്തീൻ സഭ ഇത് ചെയ്തത്. പക്ഷെ അത് മുസ്ലിം ലീഗിന് തന്നെ കൊടുത്തു. അത് ലത്തീൻ സഭയ്ക്ക് ക്ഷീണമായി. അവർ അതൃപ്തരാണ്, അവർ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർക്ക് മന്ത്രി ഇല്ല എന്ന് മാത്രമല്ല, ആ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കുകയും ചെയ്തു. ഈ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി അവിടെ ഒരു ഉണ്ടയും പുഴുങ്ങാനില്ല. സത്യം. ബട്ട് ഈ സൈക്കോളജിക്കലായിട്ട് നമ്മൻ്റെ ആളാണെന്ന് പറയുമ്പോൾ കടപ്പുറത്ത് അവർ നെഞ്ചി വരിച്ച് നടക്കും. നിങ്ങൾക്ക് എന്താണ് ക്രിസ്ത്യാനി കൂടെ എന്ന് പറയുമോ എന്നൊക്കെയുള്ള കോംപ്ലക്സ് ആണ്. ഇതാണ് ഇതിൻ്റെ പുറകെ. ഇത്തരം ഈ പെറ്റി കേസുകളിലെല്ലാം പെട്ട് മുസ്ലിം ലീഗ് അവരുടെ ഗ്രേസ് നശിപ്പിച്ചോളാം. അതാണ് സംഗതി. കോൺഗ്രസ്സിന് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല. വഖഫിന് സാറ് നോക്ക്, 10 മിനിറ്റ് അല്ല 10,000 മിനിറ്റ് വി ഡി സതീശൻ ചിലവാക്കിയാൽ സാർ ആ പ്രശ്നം ട്രിബ്യൂണലിലും കോടതിയിലും ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ചുമ്മാ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുക? അത് വഖഫ് ഭൂമിയല്ല അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി, കോടതിയിൽ ഇരിക്കുകയല്ലേ സാധനം. ഇരിക്കുന്നവൻ പോയി ചുമ്മാ 10 മിനിറ്റ് എന്നൊക്കെ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് കോടതിയിൽ പോയി വഷളാകുന്നതിന് മുമ്പ് ആയിരുന്നെങ്കിൽ ഈ വിതിൻ 10 മിനിറ്റ്സ് കോൺഗ്രസിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങൾ വഷളായില്ലേ? അല്ല, ഈ സതീശന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഒരുപാട് വാശി പിടിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കില്ല മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് ഫിഷറീസ് വേണം, PWD വേണം, ഞങ്ങൾ വിദ്യാഭ്യാസം വേണം, ഈ കാര്യത്തിലൊക്കെ അവരും വാശി പിടിച്ചില്ലേ? അപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് സതീശനും വഴങ്ങി. ഇപ്പോൾ സതീശൻ തിരിഞ്ഞടിക്കുന്നു. അങ്ങനെ രീതിയിൽ എങ്ങനെ കാണാൻ പറ്റുക? അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നാണ് കേട്ടോ. PWD പരമ്പരാഗതമായി ഫിഷറീസിന് വേണ്ടി വാശി പിടിച്ചു. പക്ഷേ പകരം ഇത് കൊടുക്കേണ്ടിയും വന്നു, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആത്യന്തികമായി ഇപ്പോൾ ഈ പറഞ്ഞതാണ് 2 കാര്യങ്ങളാണ്. TG പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ചൊരു തലയുണ്ടല്ലോ, തലയെടുപ്പ്, അത് തകർന്നുപോയി. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ആരുടെ തീരുമാനമായാലും, ലീഗിൻ്റെ തീരുമാനമാണെങ്കിൽ അത് അവർ സ്വയം തീരുമാനിച്ചതാണെങ്കിൽ നല്ലത്, ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ് എന്ന് എടുക്കാം. മുസ്ലിം ലീഗ് സ്വയം എടുക്കുന്നതാണ്, സെൽഫായിട്ടുള്ള കറക്ഷൻ. മറ്റേതല്ല ഇതിലിപ്പോൾ സംഭവിക്കുന്നത് ഈ പറഞ്ഞ സാധനമാണ്. ഇന്നിപ്പോൾ സംഭവിക്കുക ഞാൻ പറയാം. ഇപ്പോൾ 45 MLA എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരു കാര്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടുന്നു. അല്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. എന്ത് ചെയ്യും രമേശ് ചെന്നിത്തല? പണ്ടായിരുന്നെങ്കിൽ എത്ര ബുദ്ധിമുട്ട് സഹിച്ചോ അത് ചെയ്തു കൊടുക്കാം, പണക്കാട്ട് വിളിച്ച് പറഞ്ഞാണ് എന്ന് പറഞ്ഞ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ തിരിച്ചു പറയും. അല്ല, അത് പ്രയാസമുണ്ട്, അത് 4 നിയമങ്ങൾ മറികടന്ന് അത് നടക്കില്ല കേട്ടോ എന്ന് പറയും. കാരണം ആഫ്റ്റർ ഇവരെന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ എന്തിനു വഴിവിട്ടൊരു അവരുടെ നിലവാരം കളഞ്ഞു കുളിച്ചാണ് തുടക്കത്തിൽ തന്നെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇത് തന്നെ സതീശൻ വിഭാഗത്തില് മറ്റു മന്ത്രിമാരും പറയും. AP അനിൽകുമാർ KC വേണുഗോപാൽ വിശ്വസ്തനാണ്, റവന്യൂ മിനിസ്റ്ററാണ്. ഒരു പുറമ്പോക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്ന പ്രശ്നം വരുന്നു. ഒരു കോളേജ് പണ്ടെന്നോ കയ്യേറിയ ഭൂമിയാണ്, ഇപ്പോൾ അത് അളന്നിട്ട് അത്രയും വിട്ടുകൊടുക്കണം. നിങ്ങൾ 57 സെൻറ്റ് കോളേജ് കയ്യേറിയിട്ടുണ്ട്, അത് വിട്ടുകൊടുക്കണം എന്ന് പറയും. അത് സർക്കാർ വിചാരിച്ചാൽ റെഗുലറൈസ് ചെയ്ത് കൊടുക്കാം, വിചാരിക്കില്ല. മതിൽ പൊളിക്കുക, 57 സെൻറ്റ് പുറത്താക്കി അവർക്ക് നഷ്ടമാണ് അല്ലേ? അത് ചെയ്യരുതായിരുന്നു ലീഗ്. വലിയ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനും, ഈ ET മുഹമ്മദ് ബഷീറുണ്ടല്ലോ, പുറമേ വലിയ വർഗീയവാദി, ഉള്ളിൽ സെക്യുലറാണ്. ഈ ജീവിച്ചു പോകാനായിട്ട് മനുഷ്യൻ ലീഗിൽ നിൽക്കണമെങ്കിൽ അപ്പോൾ RSSനെ മോദിയൊക്കെ 10 ചീത്ത പറഞ്ഞാൽ ഇതിൽ നിന്ന് വഴിക്കാൻ പറ്റുള്ളൂ. പുള്ളി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വിവരവും തഴക്കവും അടിയും തടയൊക്കെ പഠിച്ച മനുഷ്യർ ഈ കുഴിയിൽ ഈ VD സതീശനെ പിന്തുണയ്ക്കുക എന്നുള്ള ഇതിൽ പോയി
ഒരു പക്ഷം പിടിച്ച് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നതിൽ കുഴപ്പമില്ല, അതകത്ത് ചെയ്യാമായിരുന്നു. അത് ഇത്ര വ്യക്തമായിട്ട് ചെയ്യുകയും ആൾക്കാരെ ഇറക്കി MSF-നെ ഇറക്കി വെള്ളാപ്പള്ളിയെ തട്ടിക്കളയെന്നൊക്കെ പറയും. എന്തൊരു കഷ്ടം. ഇതൊന്നും മുസ്ലിം ലീഗിൻ്റെ ഇതുവരെ കാണാത്ത രൂപമാണ് നമ്മൾ കണ്ടത്. ഈ നിങ്ങളുടെ മനോഭാവം പുറത്തു കൊണ്ടുവന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ സാങ്കേതികമായിട്ട് കമ്മിറ്റി പിരിച്ചു വിട്ടു ഇതൊക്കെ പറഞ്ഞ അതിലൊന്നും കാര്യമൊന്നുമില്ല. ഉള്ളിലുള്ളതാണ് ആ പുറത്ത് ചാടിയത് പല സ്ഥലത്തായിട്ട്. അപ്പം അത് മുസ്ലിം ലീഗിന് ഇലക്ടറലി വലിയ ക്ഷീണമൊന്നും ചെയ്യില്ല. അവർക്ക് കിട്ടാനുള്ള സീറ്റ് ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്നൊക്കെ വരും. ബട്ട് സ്ലോലി അവർ ഐസൊലേറ്റഡ് ആവും. ഇത് ഭാരതമെങ്ങുമുള്ള ഒരു പ്രക്രിയയാണ്. സാറ് നോക്ക്, UP-യിൽ നല്ല ശതമാനം മുസ്ലിമുണ്ട്, 19, 22 അങ്ങനെ എന്തോ ശതമാനമുണ്ട് UP-യിൽ. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം പോലും ഇല്ലാതെ BJP അവിടെ ജയിച്ച് കയറുന്നത്? ഈ ഫിനോമിന ഇവർ ശ്രദ്ധിക്കുന്നില്ല. മുസ്ലിങ്ങൾ മെല്ലെ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അത് ഓരോ സ്റ്റേറ്റായിട്ട് മുസ്ലിങ്ങളില്ലാത്ത മന്ത്രിസഭകൾ ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും. ഇപ്പോൾ സാർ നോക്കുക, 57,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടിക്ക്, ഒരു MLA ആണ് അദ്ദേഹം. 265 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുരളീധരന് BJPയിൽ. മുരളീധരനും MLA ആണ്. നിയമസഭയ്ക്കുള്ളിൽ ഓരോ MLA ആണ്. ഇമാജിൻ BJP ചെയ്യുന്ന ഇലക്ട്രൽ നീക്കം. ഈ 57,000 1,00,000 അവനങ്ങ് ജയിച്ചുകൊണ്ട് പോകാൻ പറ, ബാക്കിയുള്ളവരെ സംഘടിപ്പിക്കും. മുസ്ലിം ലീഗിൽ ലാൻഡ് ഓഫ് കേരളത്തിൽ ഈ പറഞ്ഞ 22, 25 സീറ്റുമായിട്ട് മുസ്ലിം ലീഗ് ഇങ്ങനെ നിൽക്കും. ബാക്കി എത്ര സീറ്റുകളുണ്ട് സാർ? ഈ 25 നിങ്ങൾ തിരൂര് വിഭജിച്ച് ഡീലിമിറ്റേഷൻ നടത്തി 25 എന്നുള്ളത് 35 ആക്കിയെന്ന് വെച്ചോ, അപ്പോഴും 105 സീറ്റുകൾ ബാക്കിയാണ്. ബാക്കി കമ്മ്യൂണിറ്റി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മസിൽ ഫ്ലെക്സിങ് വർദ്ധിക്കുന്നതോറും മറ്റ് കമ്മ്യൂണിറ്റികൾ നിങ്ങളിൽ നിന്ന് അകലുകയുള്ളൂ. അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്ന ഇതേ കാര്യം ദക്ഷിണേന്ത്യയിലും സംഭവിക്കും. മുസ്ലിം ലീഗ് ചില പോക്കറ്റിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരു പാർട്ടിയായിട്ട്, ഒവൈസിയുടെ പാർട്ടി ഹൈദരാബാദിൽ നിന്ന് അയാൾ മാത്രം ജയിച്ചു വരും. എത്ര വർഷമായി? അയാളുടെ അച്ഛനും ഹൈദരാബാദിൽ ജയിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ മകൻ ജയിക്കും, ഇനി മകൻ മരിക്കുമ്പോൾ കൊച്ചുമകൻ ജയിക്കും. ഇങ്ങനെ നിൽക്കും ആ സാധനം ഹൈദരാബാദിനുള്ളിൽ. ഹൈദരാബാദിൽ വേലി കെട്ടി അതിനെ നിർത്തിയിരിക്കുകയാണ് BJP. അണ്ടർസ്റ്റാൻഡ്. ഇപ്പോഴും ഈ രാജ്യം ഹിന്ദു ഭൂരിപക്ഷമാണെന്ന് ഈശ്വരനെ ഓർത്ത് മുസ്ലിം ലീഗ് മനസ്സിലാക്കണം.